ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗജാനന്ദന്റെ വീട് അന്വേഷിച്ച് പോകുന്നുണ്ട് രേവതിക്കും. അതുപോലെ തന്നെ ദേവുവിനൊക്കെ അറിയാലോ വീട് എവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കണ കാണുന്നത് ആകെ വിഷമിച്ച് നിൽക്കുന്ന രേവതിയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. ഇവിടെ ഇല്ല, വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോയേക്കുന്നത്, പൈസ വാങ്ങാൻ വന്നാണെന്ന് വെച്ചപ്പോ അല്ല, മറ്റൊരു ആവശ്യത്തിന് വന്നാണ് ചേച്ചി എന്ന് പറയുന്നു. എന്തായാലും ഫോൺ വിളിച്ച് കാണും മോളെ, അയാൾ ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പോകും. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട് രേവതി. ആ സമയത്ത് ശ്രീയുടെ ഫോണിലേക്ക് വർഷ വിളിക്കുന്നുണ്ട്. വർഷ എന്താണ് സുഖമാണോ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ, മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വേറൊരു പ്രശ്നത്തിലാണ്. അതിന് മുന്നേ തന്നെ വർഷ പറയുന്നുണ്ട് വിശന്നിട്ട് പാടില്ല, പുതിയതായി എന്ത് ഡിഷിനുള്ളത് അതറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്തെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിളിക്കാന്ന് പറയുമ്പോൾ നിക്ക് എന്ത് പ്രശ്നം എന്ന് പറയുമ്പോൾ അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അതെങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ഞാൻ ഫ്രണ്ട് അല്ലേ, എന്തുണ്ടെങ്കിലും തുറന്നു പറയണ്ടേ, അതുകൊണ്ട് എന്നോട് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സംഭവിച്ച കാര്യങ്ങളൊക്കെ വർഷനോട് പറയുന്നുണ്ട് ശ്രീ. വണ്ടി പിടിച്ചതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആരടുത്തേക്ക് പോകണം, ആരോട് ചോദിക്കണം, എന്ത് ചെയ്യണം, ആര് സഹായിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല വർഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീ ആകെ തകർന്ന പോലെ പറഞ്ഞപ്പോൾ വർഷ പറയുന്നുണ്ട് സമാധാനപ്പെട്ട്, ഞാനിപ്പോ ഒരു അഡ്രസ്സ് അയച്ചുതരാം, ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ വായോ എന്ന് പറയുന്നത്. നീ എന്തി പറയുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിക്ക്, വരാൻ പറഞ്ഞാൽ വായോ എന്ന് പറയുന്നുണ്ട്. ശരി, നടക്കോ ഇല്ലയെന്നൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രേവതിനോട് ശ്രീ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്, എന്തായാലും ആ ഫ്രണ്ട് എനിക്ക് ഒരു അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട്, നമുക്ക് അതിൽ വെച്ച് പോവാന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ അഡ്രസ്സ്. അങ്ങനെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയൊരു വീടിന്റെ ഗേറ്റിന് മുന്നിൽ വർഷം നിൽക്കുന്നുണ്ടാവും. വർഷനെ കാണുമ്പോൾ തന്നെ ശ്രീ ഓടി ചെല്ലുന്നുണ്ട്. വർഷേ, ഇത് എൻ്റെ ചേട്ടത്തി, ഇത് അവരുടെ അനിയത്തി ദേവു എന്ന് പറഞ്ഞപ്പോൾ അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് സംസാരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വർഷയുടെ മുഖം ചെറിയൊരു കുശുമ്പ് കൊണ്ട് മങ്ങുന്നുണ്ട്, വലിയ താല്പര്യം ഇല്ലാത്ത പോലെ. എന്തായാലും ദേവുവിന് അത് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഇത് ആരെ വീടെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് കമ്മീഷണറുടെ വീടാണ്, നീ അറിയോന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് ശ്രീ. അപ്പൊ പറയുന്നുണ്ട് ആളുടെ ഈ കമ്മീഷണറുടെ മോൾ എൻ്റെ കൂട്ടുകാരിന്, ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് എന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട് മോള് പറഞ്ഞ സച്ചിനെ വിടുവോ, മോള് പറഞ്ഞാ അവർ കേൾക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അകത്ത് കയറി 4 പേരും കൂടി ഇരിക്കുമ്പോൾ ജോലിക്കാരി ചായ ഒക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കമ്മീഷണറുടെ ഭാര്യ വരും. ഭാര്യ വരുമ്പോ തന്നെ നമ്മുടെ വർഷനെ കെട്ടിപ്പിടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി വർഷം ചെറിയ ആൾക്കാരൊന്നല്ല എന്ന് സ്ത്രീക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഇടപെടാൻ ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു. അത് നല്ലല്ല, കമ്മീഷണർ മറ്റൊരു മീറ്റിങ്ങിനായി ഡൽഹിക്ക് പോയേക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും കൂടെ വിഷമാവുന്നുണ്ട് രേവതിക്ക്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ രേവതി പെട്ടെന്ന് തന്നെ താലിമാല എടുത്തും കഴിഞ്ഞിട്ട് പൊത്തിപ്പിടിച്ചും കഴിഞ്ഞിട്ട് കരയിന്, ഈ താലിയാണോ സത്യം, 3 മാസമായിട്ടുള്ളൂ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്, നല്ലൊരു അച്ഛൻ്റെ നല്ലൊരു മോനാണ് അദ്ദേഹം, ഒരു തെറ്റും ഒരിക്കലും ചെയ്യൂല, അങ്ങനത്തെ തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, സഹായിക്കണം, ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രേവതി പൊട്ടിക്കരയിന്. രേവതി പൊട്ടിക്കരയുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സങ്ങടെ അലിയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയും നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ പറയുന്നത്, അതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്തായാലും വർഷം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആന്റി രക്ഷിക്കാം, ആന്റി വിളിച്ചു പറയാം, ഏത് സ്റ്റേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റേഷന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്ന കമ്മീഷണറുടെ ഭാര്യനെ സച്ചിനെ എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം കൂട്ടുകാരനെ എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് മാഡം ഇടപെടേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൊണ്ട് വിളിപ്പിക്കുന്നു പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ ഇറക്കിടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയൊക്കെ അവരോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സച്ചിനെ ഒരുപാട് അടിച്ച SIയോട് പറയുന്നുണ്ട് അവനെ ഇറക്കി വിട്, അവൻ നമ്മൾ വിചാരിച്ച പോലത്തെ ആളൊന്നല്ല, അസിസ്റ്റന്റ് കമ്മീഷണറുടെ വൈഫാണ് വിളിച്ചത്, എന്തായാലും നല്ല പിടിപാടുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഇറക്കി വിടാൻ പറയുന്നു. ആ സമയത്ത് സച്ചി അയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, പിടിച്ചിട്ടിട്ട് അവന് 2 കൊടുക്കാൻ കൂടെ പറ്റിയില്ല. അപ്പോഴത്തേനും പോലീസുകാര് ആൾക്കാർ വിളിച്ചു പറഞ്ഞേക്കണേന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും രേവതിനെയും ശ്രീനൊക്കെ കാണിക്കുന്നു. ഓട്ടോറിക്ഷ വന്ന് സ്റ്റേഷനിൽ വന്ന് കയറുമ്പോൾ പോലീസുകാരോട് പറയുന്നുണ്ട്, പോലീസുകാർ ശ്രീയോട് ചോദിക്കുന്നത് എന്തിനാ അത്രയൊക്കെ പോണ്ടി വന്നേ, അസിസ്റ്റന്റ് കമ്മീഷണറെ ഭാര്യനെ കൊണ്ടൊന്നും വിളിപ്പിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തായാലും ഇറക്കി വിടില്ലല്ലോ,
ഞങ്ങൾക്ക് വേറെ മാർഗ്ഗം ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അങ്ങനെയുള്ള ഒരു വഴി ചെയ്തതെന്ന് പറഞ്ഞേ. അപ്പൊ നിങ്ങളുടെ ആരാണ് കമ്മീഷണർ എന്ന് വെച്ചപ്പോൾ പറഞ്ഞത് എന്റെ ഫ്രണ്ടിന്റെ ആൾക്കാർ, ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണ്. സച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ. ആ സമയത്തായാലും സച്ചി ആദ്യം ചോദിച്ചത് കാറിന്റെ താക്കോലാണ്. അപ്പൊ പറഞ്ഞ കാറിന്റെ താക്കോല് തരാൻ പറ്റില്ല, അത് കോടതിയിൽ ഹാജരാക്കണം, തൊണ്ടി മുതലുള്ളതാണ്, മറ്റേ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് പിടിച്ചത് കൊണ്ട് തന്നെ അവര് പറയുന്ന പൈസ കെട്ടണം, ഒരു പക്ഷെ നീ രണ്ടാമതും ജയിലിൽ കിടക്കേണ്ടി വരുന്നൊക്കെ അയാൾ പറയുന്നേ. അങ്ങനെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും ദേവും ശ്രീയും എല്ലാവരും പോലീസുകാരുടെ കാല് പിടിക്കുന്നുണ്ട്. അതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, ഏക വരുമാന മാർഗമാണ് കുടുംബത്തിന്റെ, രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊന്നും നടക്കില്ല. ഇത് കോടതിയിൽ ഹാജരാക്കണം, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി സച്ചി കാറൊക്കെ തലോടി ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യും? അപ്പൊ ആ സമയത്തിന് രേവതിനെ സഹായിക്കാൻ വന്ന പോലീസുകാരി വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്യും മാഡം, മാഡം പറഞ്ഞതനുസരിച്ച് ചെയ്തത് കൊണ്ട് ഇദ്ദേഹം രക്ഷപ്പെട്ട്, പക്ഷെ കാറ് വിടൂല എന്ന് പറഞ്ഞപ്പോ കാറ് വിടാൻ പറ്റൂല, പോലീസുകാരനെ തല്ലിയ കേസൊക്കെ അവര് വേണ്ടാന്ന് വെക്കും, പക്ഷെ ഇത് കോടതിയിൽ ഹാജരാക്കും, അത് 1 മാസം 2 മാസം 5 മാസം ഒക്കെ എത്ര മാസം പിടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല, അതുവരെയും കാർ ഇവിടെ കിടന്ന് നശിക്കും. പിന്നെ എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ ആ ഒരു വഴിയുള്ളൂ, കൈക്കൂലി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പെട്ടെന്ന് കൈക്കൂലിയോ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതി അപ്പൊ സച്ചിനെ തടയുന്നുണ്ട്, മിണ്ടാണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട്. ഇന്നാളിങ്ങനെ ഒരു കേസ് സംഭവിച്ചിട്ട് അവർ കാശ് കൊടുക്കാണ്ട് കോടതിയിൽ പോവുകയും ഒരുപാട് പ്രശ്നങ്ങളായി, നിങ്ങളുടെ കാർ ഇവിടെ കിടന്ന് നശിക്കും, വേണമെങ്കിൽ മതി, ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, 1 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ കാർ ഇവിടെ നിന്ന് കിട്ടും, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർട്ടിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും, വർഷങ്ങളോളം ചിലപ്പോൾ ഇത് ഇവിടെ തന്നെ കിടന്ന് നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് മനസ്സിലായ കാര്യം കൊടുക്കാണ്ട് നിവർത്തിയില്ല. അങ്ങനെ ആ പോലീസുകാരി പോകും. പിന്നീട് 1 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ സച്ചി നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച് കഴിഞ്ഞിട്ട് കാശ് മേടിക്കാടാന്ന് ശ്രീ പറഞ്ഞപ്പോൾ അത് നടക്കില്ല, അത് വെച്ച് പൈസ വാങ്ങിയിട്ടുണ്ട്, എന്നാ ബൈക്കില്ലേ ബൈക്കിന്റെ വെക്കാം, അത് ശരിയാണ്, പക്ഷെ അത് 1 ലക്ഷം തികയില്ലല്ലോ, അത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അവരെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ വീടാണ്. അച്ഛനും അമ്മയും നാട്ടിൽ കല്യാണം പറയാനൊക്കെ പോയി വന്നിട്ടുണ്ട്. രവിയോട് ചോറ് തട്ടേന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്ര ഫോൺ എടുത്ത് മരുമോൾക്ക് വിളിക്കുന്നുണ്ട്, ശ്രുതിനോട് ചോദിക്കുന്നുണ്ട് നാളെ ഫ്രീ ആണോ, ഡ്രസ്സ് എടുക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞ, ഡ്രസ്സും താലിമാലൊക്കെ എടുക്കാൻ വരണം എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മയെ പുതിയ ഡ്രസ്സൊക്കെ എടുക്കണത്, അമ്മയുടെ സാരി മതിയല്ല, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഞാൻ ഈ വിവാഹം തന്നെ വേണ്ടാന്ന് വെച്ചതായിരുന്നു, പക്ഷെ എന്റെ അമ്മായിയമ്മ ഭർത്താക്കന്മാരെ എത്ര നല്ലതിനെ എപ്പോഴും വേണേലും കിട്ടും, പക്ഷെ അമ്മായിമ്മമാരെ നല്ലത് കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്യാണം വേണം, കല്യാണത്തിന് സമ്മതിച്ച് തന്നെ അമ്മയുടെ സ്വഭാവം കണ്ടിട്ടുണ്ട്, എനിക്ക് അമ്മയുടെ കല്യാണത്തിന്റെ സാരി ആയാലും മതി, അല്ലെങ്കിൽ അമ്മയുടെ ഒരു പഴയ സാരി ആയാലും മതി, എനിക്ക് പുതിയ സാരി ഒന്നും വേണമെന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോ ആ കൂട്ടുകാരി എന്നുണ്ടെങ്കിൽ അവിടെ ബോധം കെടുന്നേ ശ്രുതിയുടെ അഭിനയം കണ്ടിട്ട്, അങ്ങനത്തെ ഒരു അഭിനയമായിരുന്നു ശ്രുതിയുടെ. അത് കേൾക്കുമ്പോ ചന്ദ്ര ആകെ ഷോക്ക് ആവുന്നുണ്ട്. ചന്ദ്ര ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ശ്രുതിയുടെ മനസ്സിന്റെ നന്മ കണ്ട് തിരിച്ചറിഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.